അടിച്ചു പൊളിക്കടാ. എന്താന്ന് അടിച്ചു പൊളിക്കാൻ. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ അമ്പലത്തിൽ താലപ്പൊലി മഹോത്സവമാണ്. നമ്മുടെ വിത്തുചൊരിയൽ താലപ്പൊലിയുടെ ദൃശ്യങ്ങളും കാഴ്ചകളുമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പകരം 26-ാം തീയതിയാണ് എല്ലാ കൊല്ലവും ഈ താലപ്പൊലി മഹോത്സവം അരങ്ങേറുന്നത്. വർഷങ്ങളായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് കാരണന്മാരായിട്ട് നടത്തിപ്പോരുന്ന ഒരു താലപ്പൊലി മഹോത്സവമാണിത്. അപ്പോൾ ഈ വിത്തുചൊരിയൽ താലപ്പൊലി മഹോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേച്ചി അങ്ങനെ ഒരു സന്തോഷത്തിന് ദിനമുണ്ടെന്ന്. കാട്ടിലേക്കാവ് അമ്മയുടെ നടയെന്നാണ് താലമെടുത്തിട്ട് വിത്തുചൊരിയൽ താലപ്പൊലിയുടെ ആരംഭം കുറിക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ അങ്ങനെ എല്ലാവരും താലമെടുക്കാനായിട്ടൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ വിത്തുചൊരിയൽ താലപ്പൊലിയുടെ മഹാത്മ്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഐതിഹ്യം കാലങ്ങളായിട്ട് ഇങ്ങനെ കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ കൃഷിപ്പണിയായിരുന്നു ആദ്യ കാലത്തുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഈ പ്രദേശമാകെ നെൽകൃഷിയാണ് മുഖ്യമായിട്ടുണ്ടായിരുന്നത്. തമ്പ്രാക്കന്മാരുടെ കണ്ടങ്ങളും കളങ്ങളും നിറയെ ഇങ്ങനെ നെൽപ്പാടങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർ, അമ്മമാർ, അങ്ങനെ കാരണന്മാരെല്ലാവരും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് കൃഷിപ്പണികളായിരുന്നു. കൃഷിപ്പണികളിൽ ഏറ്റവും പ്രാധാന്യം ഉണ്ടായത് നെൽകൃഷിക്കായിരുന്നു കേട്ടോ. വാഴക്കൃഷി അങ്ങനെയുള്ള പരിപാടികളും പറമ്പ് പണികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നെൽകൃഷിയാണ് കൂടുതലായിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരങ്ങനെ കൈമൈ മറന്നൊന്ന് ചേർന്ന് പകലന്തിയോളം മണ്ണിലിങ്ങനെ കിളച്ചും വെട്ടിയും കോരിയൊക്കെ പണിയെടുത്ത് വിളയിച്ചെടുക്കുന്ന നെൽമണികൾ, പൊന്മണികൾ അങ്ങനെ അമ്മയ്ക്ക് മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ചൊരിയുന്ന ദിനമാണ് വിത്ത് ചൊരിയലായിട്ട് ഈ ദിവസം നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. നമ്മുടെ പ്രദേശമാകെ 60 കുടുംബങ്ങളുണ്ട്. അപ്പോൾ ആ 60 കുടുംബങ്ങളുടെ കൂട്ടായ്മയിലൂടെ അങ്ങനെ പണ്ട് മുതൽക്കേ അങ്ങനെ എല്ലാവരും ചേർന്ന് ഒത്തൊരുമയോടുകൂടി നടത്തിക്കൊണ്ട് പോകുന്ന വിത്തുചൊരിയൽ താലപ്പൊലിയാണ്. അങ്ങനെ നമ്മുടെ താലപ്പൊലി ഇതേ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ ആദ്യമൊക്കെ ഈ പണ്ട് നമ്മൾ എൻ്റെ കുഞ്ഞിലെ അച്ഛൻ്റെ കൂടെ കയ്യിൽ തൂങ്ങി താലപ്പൊലിക്ക് വരുമ്പോൾ ഈ വഴിയൊക്കെ ചരലിട്ട റോഡുകളായിരുന്നു. പക്ഷേ ടാറൊക്കെ ചെയ്ത് ഇപ്പോൾ അടിപൊളിയാക്കി ഇതേണ്ട അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പഴമയുടെ മാധുര്യമേറെയുള്ള നമ്മുടെ വിത്തുചൊരിയൽ മഹോത്സവത്തിനെ വരവേൽക്കാനായിട്ട് ഇവിടെയുള്ള സ്നേഹമുള്ള നിവാസികളും കുടുംബങ്ങളും എല്ലാവരും ഒത്തുചേർന്നിട്ട് കണ്ട നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം തന്നെ കൂടിച്ചേർന്ന് നിൽക്കുകയാണ്. അവരും ഈ ഉത്സവത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. സന്തോഷത്തോടു കൂടി അവർ തയ്യാറാക്കിയ അതുപോലെ തന്നെ മധുരപാനീയങ്ങളും അതുപോലെ ലഘു പലഹാരങ്ങളും ആഹാരങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അത് കണ്ടില്ലേ, അവരുടെ ഒരു സന്തോഷമാണ്. കാരണം ഇത് നാടിൻ്റെ പെരുമ വിളിച്ചോതുന്ന ഒരു കൊച്ചു മഹോത്സവം തന്നെയാണ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ചെണ്ടകൊട്ട് തുടങ്ങിയാൽ പിന്നെ തുള്ളാനായിട്ടുള്ളൊരു മനസ്സിങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. പുൽച്ചാടീനെ പോലെ ടക്കോ ടക്കോ എന്നും പറഞ്ഞ്. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അടിപൊളിയാക്കി ആഘോഷിക്കാം. ഈ ദിവസത്തെ അത്രയേറെ പ്രാധാന്യമായിട്ട് കലാകാലങ്ങളായിട്ട് കാണുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അത് അത്രയേറെ സന്തോഷമുള്ള ദിവസമായിട്ട് നമ്മളങ്ങനെ കൊണ്ടാടുകയാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ കുഞ്ഞുമക്കളൊക്കെ അടിപൊളിയായിട്ട് തുള്ളിച്ചാടി തകർത്ത് തരിപ്പണമാക്കുകയാണ്. ചെണ്ടകൊട്ട്, മേളം, തായമ്പക ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ താലപ്പൊലിക്ക് ഒരു അസുരവാദ്യമായിട്ട് ഉപയോഗിക്കാറ് കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ താലപ്പൊലി വരാനായിട്ട് കാത്തിരിക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ താലപ്പൊലിക്ക് മുന്നിൽ അങ്ങോട്ട് ചെണ്ടമേളത്തിന് മുന്നിൽ അങ്ങോട്ട് തകർത്താടി തുള്ളി തിമിർക്കാനായിട്ടുള്ളൊരു കാത്തിരിപ്പാണ് അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്താമോ അതൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അതൊരു ഒരു 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 സന്തോഷമാണത്. അപ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഏവർക്കും അമ്മ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
കാട്ടിലക്കാവിലെ അമ്മയുടെ തിരുമുറ്റത്തു നിന്ന് തുടങ്ങിയ താലപ്പൊലി അങ്ങനെ പ്രയാണം ചെയ്തതേ അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് നമ്മളിതേ ഈ റോഡ് ക്രോസ് ചെയ്ത് കടന്ന് അങ്ങനെ പോവുകയാണ്. എന്നിട്ട് അവിടെ കയറിയിട്ടാണ് നമ്മൾ പള്ളിപ്പാട്ടുകാവിലെ അമ്മയുടെ തിരുനടയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുൻവഴിയിലൂടെ പതുക്കെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് നടന്നു വേണ്ട ഇവിടെ എത്തി. ഇപ്പോൾ ഒരു 10 മണി 10:30 ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പള്ളിപ്പാട്ടുകാവ് അമ്പലത്തിൻ്റെ മുന്നിലായി എത്തിയിട്ടുണ്ട്. പള്ളിപ്പാട്ടുകാവിലമ്മയുടെ നടയ്ക്ക് അടുത്ത് എത്താറാവുമ്പോഴേക്കും മുടിയാട്ടം ഇങ്ങനെ ആവേശമായിട്ടൊരു കാറ്റ് പോലെ എല്ലാവരുടെ ഉള്ളിലേക്കൊരു തീ പോലെ പറന്നെത്തും. ദേ മുടിയാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഈ കാട്ടിലക്കാവിലമ്മ നമ്മുടെ പള്ളിപ്പാട്ടുകാവിലമ്മയുടെ കൊച്ചനുജത്തിയാണെന്നാണ് വിശ്വാസം. അപ്പോൾ അവിടെ ചെന്നാണ് ചേട്ടത്തിയുടെ മുന്നിലേക്കാണ് അനിയത്തിയുടെ മുന്നിൽ നിന്നും ആരംഭിക്കപ്പെട്ട ഈ താലപ്പൊലി മഹോത്സവത്തിൻ്റെ വിത്തുചൊരിയൽ താലപ്പൊലി മഹോത്സവത്തിൻ്റെ വിത്തുചൊരിയൽ സമാപനം നടക്കുന്നത് അവിടെയാണ്. ഈ തൃശ്ശൂർ ഭാഗങ്ങൾ അങ്ങനെ പോകുന്ന ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇതുപോലെ താലപ്പൊലിക്ക് കൊട്ടും കളിയൊക്കെ സർവ്വസാധാരണമായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ അമ്പലത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതൽ ഇതുവരെയും നമ്മുടെ താലപ്പൊലിക്ക് കൊട്ടും കളിയൊന്നും കണ്ടിട്ടില്ല. ഇനി ഉണ്ടാവുമോ എന്നറിയില്ല നമുക്ക്. നമ്മുടെ താലപ്പൊലിക്ക് സാധാരണയായിട്ട് ചെണ്ടമേളം തന്നെയാണ് ഉണ്ടാകാറ്, താലവും ഉണ്ടാവും പ്രധാനമായിട്ടും. പക്ഷേ ഇവിടുത്തെ നമ്മുടെ താലപ്പൊലിക്ക് അതിപ്രധാനമായിട്ടൊരു ചടങ്ങുണ്ട്. അതൊരു ദേവി ആചാരമായിട്ടുള്ള അതിരവലമാണ്. അതിരവലം എന്ന് പറഞ്ഞാൽ അസുരവലം. അതിരവലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയമ്പെടുത്ത് ചെയ്യുന്ന വലിയൊരു വഴിപാടാണ് കേട്ടോ. അപ്പോൾ അത് ഒരുങ്ങുന്ന ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇത് കണ്ട ഈ വശം ദേവി നടയുടെ വടക്ക് ഭാഗമാണ് കേട്ടോ. ഇവിടെയാണ് അതിരവലം ഒരുങ്ങാനായിട്ട് ഇങ്ങനെ എല്ലാവരും വാഴപ്പോളയൊക്കെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ഒരുങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ഇവിടെയാണ്. വാഴപ്പോളകൾ കൊണ്ട് ദേഹമാകെ ഇങ്ങനെ വരിഞ്ഞ് കെട്ടും. എൻ്റെ കുട്ടിക്കാലത്ത് ഈ ഭാഗത്തായിട്ട് നിറയെ അതിരവലം ഒരുങ്ങുന്നതിൻ്റെ ഒരു കാഴ്ച തന്നെയായിരിക്കും. നിറയെ വാഴപ്പോളകളാൽ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി ദേഹമാകെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി ഒരുങ്ങുന്നതിൻ്റെ ഒരു തിരക്കായിരിക്കും ഈ ഭാഗത്ത്. ഇപ്പം അങ്ങനെ അധികം മധുരവലം ഒരുങ്ങുന്നതിൻ്റെ കാഴ്ചയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പണ്ടായിരുന്നു കൂടുതലും മധുരവലം കാണാനായിട്ട് സാധിച്ചിരുന്നത്. ഇത് കണ്ടില്ലേ, വാഴപ്പോള ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ച് ശരീരത്തെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് നമ്മുടെ തോളിലും നമ്മുടെ കൈയുടെ മുകളിലും ഒക്കെ ആകെ മൊത്തത്തിൽ നമ്മുടെ ദേഹമാകെ പൊതിഞ്ഞെടുക്കുകയാണ് വാഴപ്പോള കൊണ്ട്. എന്നിട്ട് വാഴവള്ളി കൊണ്ട് വലിച്ച് മുറുക്കി കെട്ടും. എണ്ണയിൽ മുക്കി പിഴിഞ്ഞു വെച്ചിട്ടുള്ള തിരിക്കോലുകളാണ് ഇതായിരിക്കുന്നത്. വാഴപ്പോള കൊണ്ട് ഒരു വലിയ കിരീടം ഉണ്ടാക്കിയെടുത്താനാണ് ഇത് അതിരവലത്തിൻ്റെ തലയിൽ ധരിക്കാനുള്ളതാണ് കേട്ടോ. അതൊരു കിരീടമാണ്, വാഴപ്പോള കൊണ്ട് ഒരുക്കിയാനാണ്. ഈ കിരീടത്തിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല കനമുണ്ട്. കാരണം വാഴപ്പോളകൾ കൊണ്ട് ഒരുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നല്ലൊരു വെയിറ്റ് തോന്നിക്കും. അങ്ങനെ ചെണ്ടമേളവും മുടിയാട്ടവും താലവും ഒക്കെ പള്ളിപ്പാട്ടുകാവിലമ്മയുടെ നടയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. താലം എടുത്തിരുന്നവരും താലം കൈമാറിയ ശേഷം കൈമാറ്റി ഇങ്ങനെ വാങ്ങിയ ശേഷം മുടിയാടാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെണ്ടമേളം നല്ല രീതിയിലാണ് മുറുകി കൊട്ടിക്കേറുകയാണ്. പറന്നിറയ്ക്കാനുള്ള സൗകര്യവും ക്ഷേത്രനടയിലുണ്ട് കേട്ടോ. അങ്ങനെ പറന്നിറയ്ക്കാനുള്ളവർക്ക് പറന്നിറയ്ക്കാം. ഇനി ക്ഷേത്രത്തിന് ചുറ്റിലുമായിട്ട് 3 പ്രദക്ഷിണം വയ്ക്കും. ഇനി നമ്മൾ നേരത്തെ കാണിച്ചു തന്ന തിരിക്കമ്പുകളില്ലേ, ആ തിരിക്കമ്പുകൾ എടുത്തിട്ട് എണ്ണയിൽ മുക്കി പിഴിഞ്ഞ് അതിൻ്റെ തിരി പിഴിഞ്ഞെടുത്തിട്ട് ഈ തിരിക്കമ്പുകൾ ഓരോന്നായിട്ട് അതിരവലത്തിൻ്റെ ദേഹമാകെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കും. ഈ അതിരവലത്തിൻ്റെ ദേഹമാകെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന തിരിക്കോലുകൾ മുളയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. മുള ഇങ്ങനെ പാദ്യം പൊളിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചെറുതാക്കി കൊത്തിയെടുത്ത് പിന്നെ ചീന്തി റെഡിയാക്കിയിട്ടുള്ള തിരിക്കോലുകളാണ്. ഈ അതിരവലം ആദ്യമായിട്ട് എന്നാണ് ഇവിടെ കൊണ്ടാടിയതിനെ കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിവൊന്നുമില്ല. എങ്കിലും കാരണന്മാർ പറഞ്ഞു വെച്ച അറിവ് വെച്ച് അതിരവലം അസുരവലം എന്നുള്ള പേരിൽ നിന്നും മാറി തിരിഞ്ഞു വന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ദേവിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ദേവി ആചാരമാണിത്. എന്നിട്ട് ദേവിയുടെ ആശീർവാദത്തോടു കൂടി തെളിയിച്ചു കൊണ്ടുവരുന്ന അഗ്നി അങ്ങനെ ആ തിരി അങ്ങനെ എല്ലാ തിരിക്കമ്പുകളിലേക്കും പകർത്തി കൊടുക്കുന്നു. അങ്ങനെ 1000 പൂത്തിരികളുടെ വെളിച്ചമായി അതിരവലം അങ്ങനെ നിറയുകയാണ് ഇവിടെ. 1000 തിരികളാൽ ഒരുങ്ങുന്ന അതിരവലത്തിൻ്റെ കാഴ്ച ഒരു അപൂർവം തന്നെയാണ്. അത്ര സുന്ദരമാണ്, മനോഹരമാണ്.
സംഹാരരുദ്രയും അതുപോലെ തന്നെ സ്നേഹസ്വരൂപയുമായ പള്ളിപ്പാട്ട് കാവിലമ്മയുടെ ആശീർവാദവും സ്നേഹവും പ്രാർത്ഥനയും ഐശ്വര്യവും എല്ലാം തണൽ പോലെ എല്ലാ മക്കൾക്കും നിറഞ്ഞ അനുഗ്രഹമായിട്ട് ഇവിടെ ചൊരിയുകയാണ്. അതിരവലം അങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. തീക്കമ്പുകളാൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുക. തിരികളങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തീജ്വാല പോലെ നമുക്ക് അനുഭവപ്പെടുകയല്ലേ, ഒരു മനസ്സിൻ്റെ ഒരു കുളിർമ പോലെ സന്തോഷം പോലെ അനുഭവപ്പെടുകയല്ലേ. ഇത് കണ്ടില്ലേ, അങ്ങനെ അതിരവലം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിരവലം അങ്ങനെ വരവേറ്റുകൊണ്ട് അമ്മയുടെ നടയിലേക്ക് പ്രവേശിക്കുകയാണ്. ചെണ്ട കൊട്ടി അകമ്പടി തെളിയിച്ചുകൊണ്ടാണ് അതിരവലത്തിനെ അകത്തേക്ക് വരവേൽക്കുന്നത്. അങ്ങനെ അതിരവലം പള്ളിപ്പാട്ട് കാവിലമ്മയ്ക്ക് ചുറ്റിലുമായിട്ട് 3 വട്ടം പ്രദക്ഷിണം ആരംഭിക്കും. എപ്പോഴും നമ്മൾ പറയുമ്പോൾ പഴയ ഓർമ്മകളാണ് നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കാറ്. പുതിയ ഓർമ്മകളെക്കാളും കൂടുതൽ പഴയ ഓർമ്മകൾക്ക് എപ്പോഴും ഒരു മാധുര്യം ഉണ്ടാകും. അപ്പോൾ ഞാൻ എടുത്തു പറയുന്നുണ്ട്, പണ്ടത്തെ കാലത്തുള്ള എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട കാഴ്ചകളിൽ ഏറ്റവും കൂടുതൽ അതിരവലം അന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അന്നൊരു 10-12 അതിരവലങ്ങൾ ഉണ്ടാവും നിരയായിട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ പോകുമ്പോൾ തന്നെ അത് നമുക്ക് കാണാനുള്ള കണ്ണിലൊരു ആനന്ദമാണ്, കാഴ്ചയ്ക്കൊരു മാധുര്യമാണ്. എന്താ പറയുക, മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയുടെ ശക്തിയാണ്. ദേവി സ്വരൂപിണിയായിട്ട് അങ്ങനെ നമ്മൾ നിറഞ്ഞ് പ്രസാദിക്കുന്ന പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ദേവിക്ക് മുന്നിൽ അങ്ങനെ ദേവീ സ്വരൂപനായി അഗ്നിയിൽ നിന്നും കുരുത്തു വീണ ശക്തിയായി അങ്ങനെ ദേവിക്ക് മുന്നിൽ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മക്കൾ. ആ ഒരു സത്യത്തിൽ നിലനിർത്തിക്കൊണ്ടാണ് അതിരവലം ഇങ്ങനെ അമ്മയ്ക്ക് മുന്നിൽ ഇങ്ങനെ 3 വട്ടം ഇങ്ങനെ പ്രദക്ഷിണം ചുറ്റുന്നത്. അതിരവലം അങ്ങനെ വേഗത്തിൽ 3 പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം വന്നിട്ട് കണ്ട ആ വാഴപ്പോള കൊണ്ട് ഒരുങ്ങിയ ഭാഗത്തായിട്ട് വന്ന് നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും ചേർന്നിട്ട് വാഴപ്പോളകൾ ഇങ്ങനെ പൊട്ടിച്ച് കളയുകയാണ്. എല്ലാവർക്കും സന്തോഷവും നന്മയും ഐശ്വര്യങ്ങളും അങ്ങനെ അമ്മ ദേവി ചൊരിയട്ടെ എന്ന് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം സമയം ഒരു 1 മണിയോട് അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും സ്നേഹം, സന്തോഷം. നമുക്ക് വീണ്ടും കാണാം, കണ്ടുമുട്ടാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.